ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റാണ് ഫോർത്ത് സെമസ്റ്റർ BComലെ കോർപ്പറേറ്റ് റെഗുലേഷൻ അഥവാ കമ്പനി ലോ എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ സബ്ജക്റ്റിൽ നമ്മൾ ടോട്ടൽ 7 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഒരു കമ്പനീൻ്റെ ഇൻട്രൊഡക്ഷൻ മുതൽ ആ കമ്പനീൻ്റെ വൈൻഡിങ് അപ്പ് ഓഫ് വരെയുള്ള പോർഷൻസ് ആണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സാമിനേഷൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ ടോപ്പിക്സ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുക മാത്രമല്ല, ഈ വീഡിയോസിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ഞാൻ 2019 to 2015 വരെയുള്ള ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പനീസിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ വീഡിയോൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ഓരോ ക്വസ്റ്റ്യൻസും പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ എന്താണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്? ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പനീസ്, പബ്ലിക് കമ്പനിയും അതുപോലെ തന്നെ പ്രൈവറ്റ് കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് കമ്പനി എന്ന് പറഞ്ഞാൽ? എ കമ്പനി മീൻസ് ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ രജിസ്റ്റേർഡ് അണ്ടർ ദി കമ്പനീസ് ആക്ട് ആൻഡ് ഫോംഡ് ഫോർ ദ പർപ്പസ് ഓഫ് അണ്ടർടേക്കിംഗ് സം സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്. കമ്പനി എന്ന് പറഞ്ഞാൽ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ഏറ്റെടുക്കുന്നതിനായിട്ട് രൂപീകരിച്ചതുമായ ചില വ്യക്തികളുടെ കൂട്ടായ്മയെ പറയുന്ന പേരാണ് കമ്പനി എന്ന് പറയുന്നത്. കമ്പനി എന്ന് പറഞ്ഞാൽ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ചില സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ഏറ്റെടുക്കുന്നതിനായിട്ട് രൂപീകരിച്ചതുമായ ഒരു കൂട്ടം വ്യക്തികളുടെ ഒരു കൂട്ടായ്മയെ പറയുന്ന പേരാണ് കമ്പനി എന്ന് പറയുന്നത്. The objectives may include carrying on some business or non-business activities like promotion of art, science, religion, charities, etc. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്സ്, സയൻസ്, റിലീജിയൻസ്, ചാരിറ്റീസ് എന്നിവ പോലുള്ള അല്ലെങ്കിൽ എന്നിവയുടെ പ്രൊമോഷൻസ് പോലുള്ള ചില ബിസിനസ് അല്ലെങ്കിൽ നോൺ ബിസിനസ് ആക്ടിവിറ്റീസിൽ നടത്തുന്നത് ഈ ഒരു കമ്പനീൻ്റെ ഒബ്ജക്റ്റീവ്സിൽ ഉൾപ്പെടുന്നതാണ്. ഈ പറയുന്ന ആർട്സ് ആണെങ്കിലും അതുപോലെ തന്നെ റിലീജിയൻ ആണെങ്കിലും ചാരിറ്റീസ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും ഇതൊക്കെ എന്താണ്? കമ്പനിയുടെ ബിസിനസ് ആൻഡ് നോൺ ബിസിനസ് ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുന്ന ഒബ്ജക്റ്റീവ്സ് ആണ് എന്നാണ് പറയുന്നത്. According to the Indian Companies Act 2013, under Section 2, Subsection 20, a company means a company incorporated under this Act or under any previous company's law. ഇവിടെ പറയുന്നത് ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 2 പ്രകാരം കമ്പനീനെ ഡിഫൈൻ ചെയ്യുന്നത്, കമ്പനി എന്ന് പറഞ്ഞാൽ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആണ് കമ്പനി, ഒരു ലോ ആണ് കമ്പനി എന്ന് പറയുന്നത്. അത് പ്രീവിയസ് കമ്പനി ആണെങ്കിലും എന്താണ്, ആ ഒരു നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായിരിക്കണം എന്നാണ് പറയുന്നത്. എ കമ്പനി ക്യാൻ ബി ഡിഫൈൻഡ് ഇൻ ഡിഫറെൻറ്റ് വേസ്. കമ്പനീനെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള രീതികളിൽ നമ്മൾ നിർവചിച്ചിട്ടുണ്ട്. ഇറ്റ് മേ ബി കാൾഡ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. കമ്പനി എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റ് ചെയ്തതാണ് കമ്പനി എന്ന് പറയുന്നത്, നിയമപരമായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. ഇറ്റ് മേ ഓൾസോ ബി കാൾഡ് എ ലീഗൽ പേഴ്സൺ വിത്ത് പെർപെക്ച്വൽ സാക്സഷൻ ഓർ കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്. കമ്പനി എന്നതിന് ഒരു ലീഗലി ആയിട്ടുള്ളതായതുകൊണ്ട് തന്നെ, നിയമപ്രകാരമായിട്ടുള്ളത് കൊണ്ട് തന്നെ ആ കമ്പനിക്ക് എന്താണ്, ഒരു കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് ഉണ്ടായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുടർച്ചയായ ഒരു നിലനിൽപ്പ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഇതാണ് കമ്പനി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനി. ഒരു കമ്പനീൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ. ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ, കമ്പനി എന്ന് പറഞ്ഞാൽ വ്യക്തികൾക്ക്
രജിസ്റ്റർ ചെയ്ത അല്ലെങ്കിൽ വ്യക്തികൾ രജിസ്റ്റർ ചെയ്ത ഒരു സ്ഥാപനമാണ് കമ്പനി എന്ന് പറയുന്നത്. നിയമപ്രകാരം ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനികൾക്ക് മാത്രമേ ഇത് നമുക്ക് നിലവിൽ വരാൻ സാധിക്കുകയുള്ളൂ. നിയമപരമായിട്ട് ക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങൾ മാത്രമേ കമ്പനി എന്നതിൽ ഉൾപ്പെടുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അതുപോലെ ഒരു കമ്പനി ഫോം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കമ്പനി രൂപീകരിക്കണമെങ്കിൽ രജിസ്ട്രേഷൻ അത്യാവശ്യമാണ് എന്നാണ് പറയുന്നത്. ഒരു കമ്പനി ഫോം ചെയ്യണമെങ്കിൽ രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്. നെക്സ്റ്റ്, ലീഗൽ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ കമ്പനി എന്ന് പറയുന്നത് നിയമം സൃഷ്ടിച്ച ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണാണ് കമ്പനി എന്ന് പറയുന്നത്. ഈ കമ്പനി എന്നത് നിയമത്തിൻ്റെ കണ്ണിൽ നിയമപരമായ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് എന്നാണ് പറയുന്നത്. ബട്ട് കമ്പനി ഫോർമേഷൻ നടത്തുന്നതിൽ നിന്നും ഡിഫറെൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ കമ്പനി രൂപീകരിക്കുന്നതിൽ നിന്നും വളരെയധികം വ്യത്യസ്തമാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, പെർപെച്വൽ സാക്സഷൻ അഥവാ കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്. എന്താണ് പെർപെച്വൽ സാക്സഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് നിരന്തരമായ പിന്തുടർച്ചയോ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് എക്സിസ്റ്റൻസോ ഉണ്ടായിരിക്കും. കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിക്ക് ഒരു കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് ഉണ്ടായിരിക്കും, അഥവാ ഒരു നിലനിൽപ്പ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ കമ്പനിയിലെ മെമ്പേഴ്സിൽ ചേഞ്ചസ് വന്നാലും അത് കമ്പനിയുടെ എക്സിസ്റ്റൻസിന് അഥവാ കമ്പനിയുടെ നിലനിൽപ്പിന് യാതൊരു തരത്തിലും ബാധിക്കില്ല. രജിസ്റ്റർ ചെയ്ത കമ്പനിയിൽ ആ കമ്പനീൻ്റെ മെമ്പേഴ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാലും ആ കമ്പനിയുടെ നിലനിൽപ്പിന് അത് ബാധിക്കില്ല എന്നാണ് പറയുന്നത്. ആ മെമ്പേഴ്സിന് വരാം പോകാം എന്നുള്ള എല്ലാ തരത്തിലുമുള്ള റൈറ്റ്സും ഉണ്ട്. ബട്ട് കമ്പനി എന്തായിരിക്കും? അവിടെ എക്സിസ്റ്റൻസ് ആയിരിക്കും. എന്ന് വെച്ചാൽ കമ്പനി അവിടെ നിലനിൽക്കും. കാരണം കമ്പനി എന്ന് പറയുന്നത് നിയമത്തിൻ്റെ സൃഷ്ടിയാണ് എന്നാണ് പറയുന്നത്. കമ്പനി എന്ന് പറയുന്നത് ഇറ്റ്സ് ക്രിയേറ്റഡ് ബൈ ലോ എന്ന് വെച്ചാൽ നിയമത്തിൻ്റെ സൃഷ്ടിയാണ് എന്നാണ് കമ്പനി എന്ന് പറയുന്നത്. അതുപോലെ നിയമപരമായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള പ്രൊസീജിയറുകളിലൂടെ മാത്രമേ നമുക്ക് കമ്പനീനെ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അഥവാ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. നിയമപരമായിട്ടുള്ള എല്ലാ പ്രൊസീജിയേഴ്സിലൂടെ മാത്രമേ നമുക്ക് ഒരു കമ്പനീനെ ടെർമിനേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് പോയിൻ്റാണ് ലിമിറ്റഡ് ലയബിലിറ്റി. ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിലെ മെമ്പേഴ്സിന് ലിമിറ്റഡ് ആയ ലയബിലിറ്റി ഉണ്ട്. ഈ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് അവർ എടുത്ത ഷെയർസിൻ്റെ ഈക്വൽ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്കുള്ള ലയബിലിറ്റി. അവർ ഇതിനകം തന്നെ ആ ഷെയർസിൻ്റെ ഈക്വൽ വാല്യൂ അടച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ലയബിലിറ്റി ബാധിക്കില്ല എന്നാണ് പറയുന്നത്, ലയബിലിറ്റി ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർ ട്രാൻസ്ഫർ ചെയ്യുക. ഷെയർ ട്രാൻസ്ഫറിൻ്റെ കേസിൽ ഒരു പബ്ലിക് കമ്പനീൻ്റെ കേസിലാണ് നമ്മൾ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് നടക്കുന്നതുവെങ്കിൽ അവിടെ യാതൊരു തരത്തിലുമുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കില്ല. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു പ്രൊസീജിയർ ഉണ്ടാവും. ഈ പബ്ലിക് കമ്പനീൻ്റെ കേസിൽ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാൻ മെമ്പേഴ്സിൻ്റെ പെർമിഷനോ അഥവാ കൺസെൻറ്റ് സമ്മതം ഒന്നും യാതൊരു തരത്തിലുമുള്ള ആവശ്യവുമില്ല. അവർക്ക് എന്താണ് മെമ്പേഴ്സിൻ്റെ സമ്മതമില്ലാതെ തന്നെ എന്താണ് ആ പബ്ലിക് കമ്പനീൻ്റെ ഷെയർസ് അവർക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ബട്ട് പ്രൈവറ്റ് കമ്പനീൻ്റെ കേസിലാണെങ്കിൽ റെസ്ട്രിക്ഷൻസിലൂടെ എന്ന് വെച്ചാൽ റെസ്ട്രിക്ഷൻ ഉണ്ടായിരിക്കും. ഒരു ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ പലതരത്തിലുമുള്ള റെസ്ട്രിക്ഷൻസ് പ്രൈവറ്റ് കമ്പനീൻ്റെ കേസിലുണ്ട്. നേരെ മറിച്ച് പബ്ലിക് കമ്പനീൻ്റെ കേസിൽ യാതൊരു വിധത്തിലുമുള്ള റെസ്ട്രിക്ഷൻസും ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യത്തിലില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, കോമൺ സീൽ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് ശരിയായ ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ട് ആ കമ്പനീൻ്റെ ഉള്ള എല്ലാ ആക്ടിവിറ്റീസും ഡയറക്ടർമാർ അഥവാ ഓഫീസേഴ്സ്മാർ എന്നിവരിലൂടെ ഡിസ്ചാർജ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഈ പറയുന്ന ഡയറക്ടേഴ്സ് ഓഫീസേഴ്സ് ഒക്കെ കമ്പനീൻ്റെ ഏജൻറ്റുമാരാണ്. ഒരു കമ്പനീൻ്റെ കോമൺ സീൽ എന്ന് പറയുന്നത് ആ കമ്പനീൻ്റെ നെയിം, അഡ്രസ്സ്, എല്ലാ നെയിമും അഡ്രസ്സും ഒക്കെ രജിസ്റ്റർ ചെയ്ത് ഒരു കോമൺ സീലാണ് കമ്പനി നടപ്പാക്കുന്നത്. ആ കമ്പനിൻ്റെ നെയിമും അതുപോലെ തന്നെ അഡ്രസ്സും ഒക്കെ എന്താണ് ഒരു
രജിസ്റ്റർ ചെയ്ത ഒരു കോമൺ സീലായിട്ടാണ് കമ്പനി നടപ്പാക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ കമ്പനീൻ്റെ എല്ലാ ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻറ്റിനും ഒരു കോമൺ സീൽ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. എല്ലാ ഇമ്പോർട്ടൻ്റ് നിയമപരമായിട്ടൊരു കമ്പനി ഫോം ചെയ്ത ആ കമ്പനി ഫോം ചെയ്യുന്ന എല്ലാ തരത്തിലുമുള്ള ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻസിലും ഒരു കോമൺ സീൽ ഉണ്ടായിരിക്കും. കോമൺ സീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനീൻ്റെ നെയിം, അഡ്രസ്സ് ഇതൊക്കെ രജിസ്റ്റർ ചെയ്തതാണ് ഒരു കോമൺ സീൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിൻ്റ്, സെപ്പറേറ്റ് പ്രോപ്പർട്ടി. സെപ്പറേറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുകയാണെങ്കിൽ ഒരു കമ്പനിയിലെ നിയമപരമായ വ്യക്തി എന്ന നിലയിൽ സ്വന്തം പേരിലുള്ള പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് സ്വന്തമാക്കാൻ സാധിക്കും. അതുപോലെ സ്വന്തം പേരിലുള്ള ലയബിലിറ്റീസ് റെഡ്യൂസ് ചെയ്യാനും നമുക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ്. സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഒരു കാര്യത്തിൽ അതിൻ്റെ ഓണർഷിപ്പും മാനേജ്മെൻറ്റും സെപ്പറേറ്റ് ആവുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് കമ്പനീസിൻ്റെ ഓണേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ ഡയറക്ടർ ബോർഡിൽ ഇത് വേസ്റ്റഡ് ആണ് എന്നാണ് പറയുന്നത്. ഷെയർ ഹോൾഡേഴ്സ് കമ്പനീസിൻ്റെ ഓണേഴ്സ് ആണെങ്കിലും ഡയറക്ടേഴ്സ് ബോർഡിൽ അഥവാ മാനേജ്മെൻറ്റ് ഡയറക്ടർ ബോർഡിൽ ഈ ഒരു ഷെയർ ഹോൾഡേഴ്സ് വേസ്റ്റഡ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു കമ്പനീൻ്റെ കാര്യത്തിൽ അതിൻ്റെ ഓണർഷിപ്പും മാനേജ്മെൻറ്റും സെപ്പറേറ്റ് ആക്കുക. ആ സെപ്പറേറ്റ് ആക്കുമ്പോൾ ഷെയർ ഹോൾഡേഴ്സ് കമ്പനീസിൻ്റെ ഓണേഴ്സ് ആണെങ്കിലും അവിടുത്തെ മാനേജ്മെൻറ്റിലെ ഡയറക്ടേഴ്സ് ബോർഡിൽ ഇത് വേസ്റ്റഡ് ആണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക്, ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനീസ്. ഇറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. എസ് ചോദിച്ചിട്ടുണ്ട്, 2019 ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ 2016 വർഷങ്ങളിൽ എസ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനീസ് എന്നുള്ളത്. എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനീസ്? 3 നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, കമ്പനീസ് ഓൺ ദി ബേസിസ് ഓഫ് ലയബിലിറ്റീസ്, കമ്പനീസ് ഓൺ ദി ബേസിസ് ഓഫ് മെമ്പേഴ്സ് ആൻഡ് കമ്പനീസ് ഓൺ ദി ബേസിസ് ഓഫ് കൺട്രോൾ. Company on the basis of liabilities divided into 3 categories: companies limited by shares, companies limited by guarantee and unlimited companies. അതുപോലെ കമ്പനീസ് ഓൺ ദി ബേസിസ് ഓഫ് മെമ്പേഴ്സിൻ്റെ കേസിൽ 1% കമ്പനി, പ്രൈവറ്റ് കമ്പനി ആൻഡ് പബ്ലിക് കമ്പനി. കമ്പനീസ് ഓൺ ദി ബേസിസ് ഓഫ് കൺട്രോളിൻ്റെ കേസിൽ ഹോൾഡിംഗ് ആൻഡ് സബ്സിഡറി കമ്പനീസ്, അസോസിയേറ്റഡ് കമ്പനീസ്. ഇതാണ് ഒരു കമ്പനീൻ്റെ മെയിൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഡിഫറെൻറ്റ് കമ്പനീസും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ, ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റീസ്. ലയബിലിറ്റീസിൻ്റെ കേസിൽ കമ്പനീസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ് എന്നും കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആൻഡ് അൺലിമിറ്റഡ് കമ്പനീസ് എന്നുമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് കമ്പനീസ് ലിമിറ്റഡ് by shares എന്ന് പറഞ്ഞാൽ, സംടൈംസ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് സം കമ്പനീസ് മൈറ്റ് നോട്ട് പേ ദി എൻറ്റയർ വാല്യൂ ഓഫ് ദെയർ ഷെയർസ് ഇൻ വൺ ഗോ. In these companies, the liabilities of members is limited to the extent of the amount not paid by them on their shares. ലിമിറ്റഡ് ബൈ ഷെയർസിൻ്റെ കേസിലാണെങ്കിൽ ചില സമയങ്ങളിൽ കമ്പനീസിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് അവരുടെ ഷെയർസിൻ്റെ ഫുൾ വാല്യൂസും ഒറ്റയടിക്ക് നൽകില്ല. ഈ കമ്പനിയിലെ അഥവാ ഈ ഒരു ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന കമ്പനിയിലെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റീസ് അവരുടെ ഷെയർസുകളിൽ അടയ്ക്കാത്ത എമൗണ്ടിൻ്റെ ഒരു പരിധി വരെ ലിമിറ്റഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഈ കമ്പനിയിലെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റീസ് അവരുടെ ഷെയർസിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഷെയറുകളിൽ അടയ്ക്കാത്ത എമൗണ്ടിൻ്റെ ഒരു പരിധി വരെ ലിമിറ്റഡ് ആണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയുന്നു. ദിസ് മീൻസ് ദാറ്റ് ഇൻ കേസ് ഓഫ് വൈൻഡിങ് അപ്പ് മെമ്പേഴ്സ് വിൽ ബി ലയബിൾ ഓൺലി അണ്ടിൽ ദേ പേ ദി റിമൈനിങ് എമൗണ്ട് ഓഫ് ദെയർ ഷെയർസ്. ഇനി ഈ കമ്പനി അവസാനിക്കുകയാണെങ്കിൽ അതിലുള്ള മെമ്പേഴ്സ് അവരുടെ ഷെയർസിൻ്റെ ബാക്കി എമൗണ്ട് അടയ്ക്കുന്നത് വരെ മാത്രമേ ലയബിലിറ്റീസ് ഉണ്ടാവുകയുള്ളൂ. ഈ കമ്പനി അവസാനിക്കുകയാണെങ്കിൽ, ഇൻ കേസ് ഈ കമ്പനി വൈൻഡിങ് അപ്പിൻ്റെ ടൈം വരെ ആവുകയാണെങ്കിൽ ആ കമ്പനിയിലുണ്ടാവുന്ന മെമ്പേഴ്സിൻ്റെ ഷെയർസ്
ആ ഷെയർസിൽ വരുന്ന ബാക്കി എമൗണ്ട് അടയ്ക്കുന്നത് വരെ മാത്രമേ ആ കമ്പനിയിൽ ലയബിലിറ്റീസ് ഉണ്ടായിരിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പാണ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ്. ഇൻ സം കമ്പനീസ് ദി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ മെൻഷൻസ് amounts of money that some members guarantee to pay. In case of winding up, they will be liable only to pay only the amount so guaranteed. The company or its creditors cannot compel them to pay any more money. കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ കമ്പനീൻ്റെ ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻറ്റിലായ അല്ലെങ്കിൽ കമ്പനീൻ്റെ ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻസിൽപ്പെട്ട ഒന്നാണ് ഈ പറയുന്ന മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്നുള്ളത്. ആ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ കമ്പനിയിൽ മെമ്പേഴ്സ് അടയ്ക്കേണ്ട എമൗണ്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇൻ കേസ് ഓഫ് ആ കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്യുന്ന സമയത്ത് കമ്പനീസിൻ്റെ മെമ്പേഴ്സ് അല്ലെങ്കിൽ ആ കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്യുന്ന സമയത്ത് കമ്പനീൻ്റെ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞ എമൗണ്ട് കൊടുക്കാനുള്ള ലയബിലിറ്റീസ് മാത്രമേ ആ കമ്പനിയിലെ മെമ്പേഴ്സിന് ഉണ്ടായിരിക്കുകയുള്ളൂ. ബട്ട് കമ്പനിക്കോ അതിൻ്റെ മെമ്പേഴ്സിനോ അവിടെ കൂടുതലായിട്ടുള്ള എമൗണ്ട്, അവർക്ക് ലയബിലിറ്റീസിൻ്റെ പുറമേയുള്ള കുറച്ച് കൂടുതലായിട്ടുള്ള എമൗണ്ട് കൊടുക്കാനുള്ള റൈറ്റ് അവിടെയില്ല. എന്നുവെച്ചാൽ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കാനുള്ള റൈറ്റും അവിടെ ഇല്ല എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണോ നമ്മൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ എമൗണ്ട് മെൻഷൻ ചെയ്തത് ആ മെൻഷൻ ചെയ്ത എമൗണ്ട് മാത്രമേ അവിടെ നമുക്ക് ലയബിൾ ആവുകയുള്ളൂ. അല്ലാതെ ആ കമ്പനിയിൽ ഇനി നമുക്ക് കടമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കൂടുതലായിട്ടുള്ള എമൗണ്ട് കൊടുക്കാൻ അല്ലെങ്കിൽ എമൗണ്ട് കൊടുക്കാനോ അല്ലെങ്കിൽ എമൗണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് നിർബന്ധിക്കാനോ ഉള്ള ഒരു റൈറ്റ് ഇല്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, അൺലിമിറ്റഡ് കമ്പനി. അൺലിമിറ്റഡ് കമ്പനീസ് ഹാവ് നോ ലിമിറ്റ്സ് ഓൺ ദയർ മെമ്പേഴ്സ് ലയബിലിറ്റീസ്. ഹെൻസ് ദി കമ്പനി ക്യാൻ യൂസ് ഓൾ പേഴ്സണൽ അസറ്റ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ടു മീറ്റ് ഇറ്റ്സ് ഡെപ്റ്റ്സ്. വൈൽ വൈൻഡിങ് അപ്പ്, their liabilities will extend to the company's entire debts. ഈ അൺലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് കമ്പനികൾക്ക് അവരുടെ മെമ്പേഴ്സിന് യാതൊരു തരത്തിലുമുള്ള ലിമിറ്റും ഉണ്ടായിരിക്കില്ല. അതിനാൽ കമ്പനിക്ക് ഷെയർ ഹോൾഡേഴ്സ്മാരുടെ എല്ലാ പ്രൈവറ്റ് അസറ്റുകളും ഉപയോഗിച്ചിട്ട് അവരുടെ ഡെപ്റ്റ് തീർക്കാൻ സാധിക്കും, അഥവാ കടങ്ങൾ തീർക്കാൻ സാധിക്കും. ഈ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി കമ്പനീൻ്റെ മുഴുവൻ ഡെപ്റ്റിനെയും ബാധിക്കുകയും ചെയ്യും. മെമ്പേഴ്സിൽ വരുന്ന ലയബിലിറ്റീസ് ഒരു കമ്പനീൻ്റെ മുഴുവൻ ഡെപ്റ്റിനെയും അല്ലെങ്കിൽ ഒരു കമ്പനീൻ്റെ മുഴുവൻ കടത്തെയും അത് ബാധിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മൂന്നെണ്ണമാണ് ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റീസിൻ്റെ കേസിൽ വരുന്ന കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആൻഡ് കമ്പനി അൺലിമിറ്റഡ് കമ്പനീസ്. നെക്സ്റ്റ് കാറ്റഗറിയാണ് ഓൺ ദ ബേസിസ് ഓഫ് മെമ്പേഴ്സ്. ഫസ്റ്റ് വൺ പേഴ്സൺ കമ്പനി. ദീസ് കൈൻഡ് ഓഫ് കമ്പനീസ് ഹാവ് ഓൺലി വൺ മെമ്പേഴ്സ് ആസ് ദെയർ സോൾ ഷെയർ ഹോൾഡർ. They are separate from sole proprietorship because one-person companies are legal entities distinct from their sole members. Unlike other companies, one-person companies don't need to have any minimum share capital. ഈ വൺ പേഴ്സൺ കമ്പനീസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഒറ്റ ഷെയർ ഹോൾഡേഴ്സ് മാത്രമായിരിക്കും ഈ വൺ പേഴ്സൺ കമ്പനീസിൽ ഉണ്ടായിരിക്കുന്നത്. ആ ഷെയർ ഹോൾഡേഴ്സ് തന്നെയായിരിക്കും ആ കമ്പനീസിൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ദേ ആർ സെപ്പറേറ്റ് ഫ്രം സോൾ പ്രൊപ്പർട്ടറിഷിപ്പ് ബിക്കോസ് വൺ പേഴ്സൺ കമ്പനീസ് ആർ ലീഗൽ എൻറ്റിറ്റീസ് ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ദയർ സോൾ മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായിട്ടുള്ള ഒരു മെമ്പർ ആയിരിക്കും ഈ വൺ പേഴ്സൺ കമ്പനീസിൽ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വൺ പേഴ്സൺ കമ്പനീസിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മിനിമം ക്യാപിറ്റൽ അല്ലെങ്കിൽ മിനിമം ഷെയർ ക്യാപിറ്റലിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. വൺ പേഴ്സൺ കമ്പനിയിൽ ഒരു മിനിമം ഷെയർ ക്യാപിറ്റലിൻ്റെ ആവശ്യമില്ല. അതാണ് വൺ പേഴ്സൺ കമ്പനി എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ്,
Privileges of one-person company. First point, it need not hold an annual general meeting. ആനുവൽ ജനറൽ മീറ്റിംഗ് ഹോൾഡ് ചെയ്യാനുള്ള ആവശ്യം അവിടെ ഇല്ല. കാരണം 1 person ആണ് അവിടെ കമ്പനിയിലെ മെമ്പർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ഈസ് 1. ഓൺലി 1 ഡയറക്ടർ ആയിരിക്കും ഉണ്ടായിരിക്കുക 1 person കമ്പനീസിൽ. ദർ ഈസ് നോ നീഡ് ഓഫ് അപ്പോയിൻറ്റിങ് ആൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്. അതിൻ്റെ പകരം ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള ഒരു റൈറ്റ് അവിടെ ഇല്ല. കാരണം എന്താണ്, ഓൺലി 1 ഡയറക്ടേഴ്സ് അയക്കാനുണ്ടാവുക. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, റിട്ടയർമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ബൈ റൊട്ടേഷൻ ഈസ് നോട്ട് പോസിബിൾ. ഇവിടെ റിട്ടയർമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ ഒരു റൊട്ടേഷൻ ഇവിടെ എന്താണ് അപ്ലിക്കബിൾ അല്ല എന്നാണ് പറയുന്നത്. ഇവിടെ എന്താണ്, റിട്ടയർമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ബൈ റൊട്ടേഷൻ ഈസ് നോട്ട് അപ്ലിക്കബിൾ. റിട്ടയർമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റിട്ടയർമെൻറ്റ് ഇവിടെ എന്താണ്, അപ്ലിക്കബിൾ അല്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ദർ ഈസ് നോ നീഡ് ഓഫ് പ്രിപ്പയറിംഗ് എ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആസ് പാർട്ട് ഓഫ് ഇറ്റ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഈ 1 person കമ്പനീസിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിവിലേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ എന്താണ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇറ്റ്സ് പാർട്ട് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും അവിടെ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. കാരണം ഇറ്റ്സ് എ 1 person കമ്പനി. നെക്സ്റ്റ് ടൈപ്പാണ് പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനീസ് ആർ ദോസ് ഹൂസ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ റെസ്ട്രിക്റ്റ് free transferability of shares in term of members. Private companies need to have a minimum of 2 and a maximum of 200. These members include present and former employees who also hold shares. പ്രൈവറ്റ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അഥവാ കമ്പനീസിൻ്റെ ഒരു ഡോക്യുമെൻ്റാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പ്രകാരം പ്രൈവറ്റ് കമ്പനീസിൽ നമ്മൾ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാൻ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇൻ ടേംസ് ഓഫ് മെമ്പേഴ്സ്, പ്രൈവറ്റ് കമ്പനീസ് നീഡ് ടു ഹാവ് എ മിനിമം നമ്പർ ഓഫ് 2 ആൻഡ് മാക്സിമം ഓഫ് 200. പ്രൈവറ്റ് കമ്പനിയിലെ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് 2ഉം അതുപോലെ തന്നെ മാക്സിമം 200 വരെയാണ് എന്നാണ് പറയുന്നത്. These members include present and former employees who also hold shares. ഈ പറയുന്ന പ്രൈവറ്റ് കമ്പനീസിലെ മെമ്പേഴ്സിൽ ഓൾറെഡി ഉള്ളതും അതുപോലെ തന്നെ മുൻ ജീവനക്കാരും ഉൾപ്പെടുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, സ്പെഷ്യൽ പ്രിവിലേജസ് ഓഫ് പ്രൈവറ്റ് കമ്പനീസ്. ഫസ്റ്റ് വൺ ആണ്, ദ മിനിമം നമ്പർ ഓഫ് പേഴ്സൺ റിക്വയർഡ് ടു ഫോം എ പ്രൈവറ്റ് കമ്പനി ഈസ് ഓൺലി 2. മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ പ്രൈവറ്റ് കമ്പനിയിൽ ആകെ 2 പേര് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മിനിമം നമ്പർ ഓഫ് 2 ആണ് പേഴ്സൺസ്. ഇറ്റ് ഈസ് കെപ്റ്റ് ആസ് ലോ ആസ് ദാറ്റ് ഈസ് റിക്വയർഡ് ടു ഫോം എ പാർട്ട്ണർഷിപ്പ്. ഇവിടെ ഒരു പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യുന്നതിന് ആവശ്യമായ അത്ര താഴ്ന്ന നിലയിലാണ് ഈ ഒരു പ്രൈവറ്റ് കമ്പനി ഫോം ചെയ്തിരിക്കുന്നത്. Then it is not required to file a prospectus or statements in lieu of prospectus before allotment of share to its members. ഇവിടെ മെമ്പേഴ്സിന് ഷെയർസുകൾ അനുവദിക്കുന്നതിന് മുമ്പ് പ്രോസ്പെക്റ്റസിന് പകരമായിട്ട് ഒരു പ്രോസ്പെക്റ്റസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ഇല്യൂ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യേണ്ടതില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ക്യാൻ proceed with the allotment of shares even before obtaining the minimum subscription. പ്രൈവറ്റ് കമ്പനീൻ്റെ കേസിൽ ഒരു മിനിമം സബ്സ്ക്രിപ്ഷൻ ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അതിന് ഷെയറുകൾ അനുവദിച്ചു കൊണ്ടുള്ള ഒരു അലോട്ട്മെൻറ്റ് കൊടുക്കണം എന്നാണ് പറയുന്നത്. അലോട്ട്മെൻറ്റ് കൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ക്യാൻ ഇഷ്യൂ എനി ക്ലാസ് of shares including deferred shares or shares with different voting rights. ഇവിടെ പറയുന്നത് മാറ്റിവെച്ച ഷെയറുകളോ അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വോട്ടിംഗ് റൈറ്റ്സ് ഉള്ള ഷെയറുകളോ ഉൾപ്പെടെ ഏത് ക്ലാസ് ഷെയറുകളും നമുക്ക് പ്രൈവറ്റ് കമ്പനീസിൽ നൽകാൻ സാധിക്കുമെന്നാണ് പറയുന്നു. ഏത് ക്ലാസ് ഷെയർസുകളും ഇതിന് നൽകാൻ സാധിക്കും. നെക്സ്റ്റ്,
ഇറ്റ് നീഡ് നോട്ട് ഓഫർ അഡീഷണൽ ഷെയർസ് വെൻ ഇഷ്യൂഡ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. ഇപ്പോൾ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സ്മാർക്ക് അധികമായിട്ടുള്ള ഷെയർസുകൾ നൽകേണ്ടതില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ദ മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ഇൻ എ പ്രൈവറ്റ് കമ്പനി ഈസ് ഓൺലി 2. ഒരു പ്രൈവറ്റ് കമ്പനിയിൽ മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് 2 പേഴ്സൺസ് ആണ്. നെക്സ്റ്റ്, എ ഡയറക്ടർ ഓഫ് എ പ്രൈവറ്റ് കമ്പനി ക്യാൻ ഹോൾഡ് ഡയറക്ടർഷിപ്പ് ഈസ് മോർ ദാൻ 20 കമ്പനീസ്. ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഡയറക്ടർക്ക് 20ലധികം കമ്പനികളിൽ ഡയറക്ടർ സ്ഥാനം അല്ലെങ്കിൽ ഡയറക്ടർഷിപ്പ് അപ്പോയിൻറ്റ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഡയറക്ടർഷിപ്പ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ദർ ആർ നോ റെസ്ട്രിക്ഷൻ ഓൺ ദി മാക്സിമം മാനേജീരിയൽ റെമ്യൂണറേഷൻ പേയബിൾ ടു ദ ഡയറക്ടേഴ്സ് ഓഫ് എ പ്രൈവറ്റ് കമ്പനീസ്. ഇവിടെ പ്രൈവറ്റ് കമ്പനിയുടെ ഡയറക്ടർമാർക്ക് നൽകേണ്ട പരമാവധി മാനേജർ റെമ്യൂണറേഷൻസ് അല്ലെങ്കിൽ മാനേജീരിയൽ റെമ്യൂണറേഷൻസിൽ യാതൊരു തരത്തിലുമുള്ള നിയന്ത്രണങ്ങളുമില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, എ ഡയറക്ടർ ഓഫ് എ പ്രൈവറ്റ് കമ്പനി ക്യാൻ വോട്ട് ഓൺ എ മാറ്റർ ഇൻ വിച്ച് ഹി ഈസ് പേഴ്സണലി ഇൻട്രസ്റ്റഡ്. ഇവിടെ പറയുന്നത് ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഡയറക്ടേഴ്സിന് അയാൾക്ക് വ്യക്തിപരമായ താല്പര്യമുള്ള സബ്ജക്റ്റിൽ മാത്രമേ അയാൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ്, ഇറ്റ് ക്യാൻ അപ്പോയിൻറ്റ് എ പേഴ്സൺ ഓർ ബോഡി കോർപ്പറേറ്റ് ടു ഓക്യുപ്പൈ ആൻ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഇൻ ദി കമ്പനി. ഈ പ്രൈവറ്റ് കമ്പനിയിൽ പ്രോഫിറ്റ് നേടുന്നതിനായിട്ട് ഒരു വ്യക്തിയായോ അല്ലെങ്കിൽ ഒരു ബോഡി കോർപ്പറേറ്റ് ആയിട്ടോ നമുക്ക് നിയമിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് സ്പെഷ്യൽ പ്രിവിലേജസ് ഓഫ് പ്രൈവറ്റ് കമ്പനീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇനി പബ്ലിക് കമ്പനി. എന്താണ് പബ്ലിക് കമ്പനി എന്ന് പറയുകയാണെങ്കിൽ, ഇൻ കോൺട്രാസ്റ്റ് ടു പ്രൈവറ്റ് കമ്പനീസ്, പബ്ലിക് കമ്പനീസ് അലോ ദെയർ മെമ്പേഴ്സ് ടു ഫ്രീലി ട്രാൻസ്ഫർ ദെയർ ഷെയർസ് ടു അതേഴ്സ്. സെക്കൻഡ്ലി, they need to have a minimum of 7 members, but the maximum number of members they can have is unlimited. പബ്ലിക് കമ്പനീൻ്റെ കേസിൽ പറയുന്നതാണെങ്കിൽ, ഒരു പബ്ലിക് കമ്പനിയിൽ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാൻ വളരെ ഈസിയാണ് എന്നാണ് പറയുന്നത്. ഫ്രീലി ആയിട്ട് നമുക്ക് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അവിടെ യാതൊരു തരത്തിലുമുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവില്ല. ഇപ്പോൾ മെമ്പേഴ്സിൻ്റെ കേസിൽ നിന്ന് ഒരു മെമ്പേഴ്സിൻ്റെ പെർമിഷനും വേണ്ട അവർക്ക് അവിടേക്ക് ഷെയർ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ. ദെൻ ദേ നീഡ് ടു ഹാവ് എ മിനിമം ഓഫ് 7 മെമ്പേഴ്സ്. ഒരു പബ്ലിക് കമ്പനിയിൽ മിനിമം 7 മെമ്പേഴ്സ് വേണം. അതുപോലെ തന്നെ മാക്സിമം എത്ര മെമ്പേഴ്സ് ആയാലും പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. മാക്സിമം അൺലിമിറ്റഡ് ആയിരിക്കും ഒരു പബ്ലിക് കമ്പനീൻ്റെ കേസിൽ വരുന്നത്. നെക്സ്റ്റ്, ഇറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, എല്ലാ എക്സാമിനും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ പബ്ലിക് കമ്പനി ആൻഡ് പ്രൈവറ്റ് കമ്പനി. എന്തൊക്കെ ഡിഫറൻ്റ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഒരു പബ്ലിക് കമ്പനിക്കും പ്രൈവറ്റ് കമ്പനിക്കും ഉള്ളത്? പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ, എ പ്രൈവറ്റ് കമ്പനി ഹാസ് PVT ലിമിറ്റഡ് അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ്സ് നെയിം. ഒരു പ്രൈവറ്റ് കമ്പനിയെ നമ്മൾ PVT ലിമിറ്റഡ് എന്ന നെയിമിലൂടെയാണ് നമ്മൾ എൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, പബ്ലിക് കമ്പനീസ് ആണെങ്കിൽ, എ പബ്ലിക് കമ്പനി ഹാസ് ലിമിറ്റഡ് അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ്സ് നെയിം. ഒരു പബ്ലിക് കമ്പനീനെ നമ്മൾ ഫോം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നെയിം നമ്മൾ രേഖപ്പെടുത്തുന്നത് ലിമിറ്റഡ് എന്ന ഇൻഡിക്കേറ്റ് വെച്ചിട്ടായിരിക്കും. ലിമിറ്റഡ് LTD എന്നൊരു ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ ആ ഒരു നെയിം ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ്, മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ്. മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ കേസിൽ പ്രൈവറ്റ് കമ്പനീസ് ആണെങ്കിൽ ദ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് നീഡഡ് ടു ഫോം എ പ്രൈവറ്റ് കമ്പനി ഈസ് അറ്റ്ലീസ്റ്റ് 2 മെമ്പേഴ്സ്. അറ്റ്ലീസ്റ്റ് 2 മെമ്പേഴ്സ് ആണ് നമ്മുടെ പ്രൈവറ്റ് കമ്പനീസിലെ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. പബ്ലിക് കമ്പനിയിലാണെങ്കിൽ ദ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് നീഡഡ് ടു ഫോം എ പബ്ലിക് കമ്പനി ഈസ് അറ്റ്ലീസ്റ്റ് 7 മെമ്പേഴ്സ്. അറ്റ്ലീസ്റ്റ് 7 മെമ്പേഴ്സ് എങ്കിലും നമ്മുടെ പബ്ലിക് കമ്പനീസിൽ വേണം, എന്നാലേ അത് പബ്ലിക് കമ്പനി ആവുകയുള്ളൂ എന്നാണ് പറയുന്നത്.
നെക്സ്റ്റ് ഡിഫറൻറ്റ് മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ പ്രൈവറ്റ് കമ്പനിയിൽ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് 200 ആണ്. പബ്ലിക് കമ്പനിയിലാണെങ്കിൽ എത്ര വേണമെങ്കിലും മെമ്പേഴ്സ് ആവാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് അൺലിമിറ്റഡ് ആണെന്നാണ് പറയുന്നത്. മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് അൺലിമിറ്റഡ് ആണ് പബ്ലിക് കമ്പനീൻ്റെ. നെക്സ്റ്റ് മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ കേസിൽ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ പ്രൈവറ്റ് കമ്പനി ഷുഡ് ഹാവ് എ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് 1 lakh rupees. മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 1 lakh rupees ആണ് പ്രൈവറ്റ് കമ്പനിയിൽ. പബ്ലിക് കമ്പനിയിൽ 5 lakh rupees ആണ് മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. നെക്സ്റ്റ് ഡിഫറൻറ്റ് നമ്പർ ഓഫ് ഡയറക്ടേഴ്സ്. എ പ്രൈവറ്റ് കമ്പനി മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 2 directors ടു ഹെഡ് ആൻഡ് സൂപ്പർവൈസ് ദ അഫയേഴ്സ് ഓഫ് ദ കമ്പനീസ്. പ്രൈവറ്റ് കമ്പനീൻ്റെ കേസിൽ 2 ഡയറക്ടേഴ്സ് ആണ് ഉണ്ടാകുന്നത്. ആ 2 ഡയറക്ടേഴ്സ്, ഒരാൾ ഹെഡും ഒരാൾ സൂപ്പർവൈസറും അതുപോലെ തന്നെ അതിനുള്ള എല്ലാ തരത്തിലുള്ള അഫയേഴ്സും കൈകാര്യം ചെയ്യുന്നത്. പബ്ലിക് കമ്പനിയിലാണെങ്കിൽ മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 3 ഡയറക്ടേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ടു മാനേജ്, ആ ഡയറക്ടേഴ്സ് മാനേജ് ചെയ്യുന്നത് ടു ആൻഡ് ലീഡ്സ് ദി അഫയേഴ്സ് ഓഫ് ദി കമ്പനീസ്. നെക്സ്റ്റ് ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ്. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ എ പ്രൈവറ്റ് കമ്പനി കനോട്ട് ഇഷ്യൂ എ പ്രോസ്പെക്ടസ്. പ്രൈവറ്റ് കമ്പനിയിൽ പ്രോസ്പെക്ടസ് അഥവാ ഇൻവിറ്റേഷൻ ഡോക്യുമെൻ്റ് ഇഷ്യൂ ചെയ്യില്ല. പ്രൈവറ്റ് കമ്പനി ഈസ് നോട്ട് അലൗഡ് ഫോർ ഇൻവൈറ്റിംഗ് ദ പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഇറ്റ്സ് ഷെയർസ്. പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത് നമ്മൾ പബ്ലിക് സബ്സ്ക്രിപ്ഷൻസ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസ് ഇൻവൈറ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പ്രോസ്പെക്ടസ് അവിടെ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. പബ്ലിക് കമ്പനി ക്യാൻ ഇഷ്യൂ എ പ്രോസ്പെക്ടസ്. പബ്ലിക് കമ്പനി ഈസ് ഫ്രീ ടു ഇൻവൈറ്റ് പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഇറ്റ്സ് ഷെയർസ്. പബ്ലിക് കമ്പനീൻ്റെ കേസിൽ നമ്മൾ പ്രോസ്പെക്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യും അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യും. ആ ഇഷ്യൂ ചെയ്ത പ്രോസ്പെക്ടേഴ്സിലൂടെ നമുക്ക് ഫ്രീലി ആയിട്ട് നമുക്ക് സബ്സ്ക്രിപ്ഷൻസ് ഷെയർസിനെ സബ്സ്ക്രിപ്ഷൻ വഴി നമുക്ക് ഇൻവിറ്റേഷൻ ഡോക്യുമെൻ്റ് വഴി നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് കമ്പനിയിൽ പ്രോസ്പെക്ടേഴ്സ് ഇഷ്യൂ ചെയ്യും. അതിലൂടെ നമുക്ക് ഫ്രീ ആയിട്ട് ഷെയർസ് ഇൻവൈറ്റ് ചെയ്യാനും സാധിക്കും. നെക്സ്റ്റ് ഡിഫറൻ്റ് ആണ് മിനിമം സബ്സ്ക്രിപ്ഷൻ. എ പ്രൈവറ്റ് കമ്പനി ക്യാൻ അലോട്ട് ഷെയർസ് വിതൗട്ട് വെയിറ്റിംഗ് ഫോർ ദി കംപ്ലീഷൻ ഓഫ് മിനിമം സബ്സ്ക്രിപ്ഷൻ ലിമിറ്റ്. പ്രൈവറ്റ് കമ്പനീൻ്റെ കേസിൽ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് മിനിമം സബ്സ്ക്രിപ്ഷൻസ് ലിമിറ്റ് പൂർത്തിയാക്കുന്നത് വരെ കാത്തിരിക്കാതെ അല്ലെങ്കിൽ ഷെയറുകൾ അനുവദിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് മിനിമം സബ്സ്ക്രിപ്ഷൻസിൻ്റെ ലിമിറ്റ് പൂർത്തിയാക്കുന്നത് വരെ കാത്തിരിക്കാതെ ഷെയർസുകൾ അനുവദിക്കാൻ സാധിക്കും. നേരെ മറിച്ച് പബ്ലിക് കമ്പനി ആണെങ്കിലോ, എ പബ്ലിക് കമ്പനി കനോട്ട് ബി ഏബിൾ ടു അലോട്ട് ഷെയർസ് ബിഫോർ ദി മിനിമം സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസ് ഈസ് കംപ്ലീറ്റഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയറുകളുടെ ഏറ്റവും കുറഞ്ഞ സബ്സ്ക്രിപ്ഷൻസ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പബ്ലിക് കമ്പനിക്ക് ഷെയറുകൾ അനുവദിക്കാൻ സാധിക്കും. ഒരു പബ്ലിക് കമ്പനിക്ക് ഷെയറുകൾ അനുവദിക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് എ പ്രൈവറ്റ് കമ്പനി ലേസ് restrictions on transfer of the shares from one person to another persons. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പ്രകാരം ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ഒരു പേഴ്സണിൽ നിന്ന് അനദർ പേഴ്സണിലേക്ക് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ദ പബ്ലിക് കമ്പനി ഈസ് ഫ്രീ ടു ട്രാൻസ്ഫർ ദ ഷെയർ ഓഫ് ഇറ്റ്സ് കമ്പനി ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ. ഒരു പബ്ലിക് കമ്പനി ആണെങ്കിൽ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാൻ ഈസി ആയിരിക്കും, ഫ്രീലി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഒരു പേഴ്സണിന് അനദർ പേഴ്സൺ, ഒരു കമ്പനിയിലത്തെ ഒരു പേഴ്സണിന് അനദർ മെമ്പേഴ്സിന് ഷെയർസ് ഫ്രീലി ആയിട്ട് പബ്ലിക് കമ്പനീൻ്റെ കേസിൽ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് കൺട്രോൾ. ഓൺ ദി ബേസ് ഓഫ് കൺട്രോളിൻ്റെ കേസിൽ ഹോൾഡിംഗ് ആൻഡ് സബ്സിഡറി കമ്പനി. എന്താണ് ഹോൾഡിംഗ് ആൻഡ് സബ്സിഡറി കമ്പനി എന്ന് പറയുകയാണെങ്കിൽ, ഇൻ സം കേസസ് എ കമ്പനീസ് ഷെയർസ് മൈറ്റ് ബി ഹെൽഡ് ഫുള്ളി ഓർ പാർട്ട്ലി ബൈ അനദർ കമ്പനി. ഹിയർ ദ കമ്പനി owning these shares becomes the holding or parent company. Likewise, the company whose shares the parent company owns because its subsidiary company. ഹോൾഡിംഗ് ആൻഡ് സബ്സിഡറി കമ്പനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ചില സാഹചര്യങ്ങളിൽ ഒരു കമ്പനിയുടെ ഷെയർസ് പൂർണ്ണമായോ അതോ ഭാഗികമായോ മറ്റൊരു കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ കൈവശം വെച്ചേക്കാം എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സാഹചര്യങ്ങളിൽ ഒരു കമ്പനിയുടെ ഷെയർസ് പൂർണ്ണമായോ ഭാഗികമായോ മറ്റൊരു കമ്പനിക്ക് ഓണർഷിപ്പ് വെച്ചേക്കാം. ഇവിടെ ഈ പറയുന്ന ഷെയർസ് സ്വന്തമാക്കിയ കമ്പനികളെ ഹോൾഡിംഗ് അല്ലെങ്കിൽ പാരൻറ്റ് കമ്പനിയായിട്ട് മാറുന്നു. ഈ പറയുന്ന പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഉള്ള ഷെയർസുകൾ, ആ ഷെയർസുകളുടെ ഒരു ഓണർഷിപ്പ് മറ്റൊരു കമ്പനിക്ക് ഓണർഷിപ്പ് വെച്ചേക്കാമെന്ന് പറയുന്ന അത്തരം കമ്പനികളെ നമ്മൾ എന്താണ് ഹോൾഡിംഗ് കമ്പനി അല്ലെങ്കിൽ പാരൻറ്റ് കമ്പനിയായിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ പാരൻറ്റ് കമ്പനിയുടെ ഓണർഷിപ്പിലുള്ള ഓഹരികൾ അഥവാ ഷെയർസ് അതിൻ്റെ സബ്സിഡറി കമ്പനികളായിട്ട് മാറുന്നു. ഒരു വട്ടം കൂടിയും പറയാം, ഹോൾഡിംഗ് കമ്പനീസ് ആൻഡ് സബ്സിഡറി കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സാഹചര്യങ്ങളിൽ ഒരു കമ്പനിയുടെ ഷെയർസ് പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ മറ്റൊരു കമ്പനി ഓണർഷിപ്പ് വെച്ചേക്കാം. ഏതെങ്കിലും അനദർ കമ്പനീസ് ഓണർഷിപ്പ് വെച്ചിട്ടുണ്ടാവും. ഇവിടെ ഈ പറയുന്ന ഷെയർസുകൾ സ്വന്തമാക്കിയ കമ്പനിയാണ് ഹോൾഡിംഗ് കമ്പനി അല്ലെങ്കിൽ പാരൻറ്റ് കമ്പനിയായിട്ട് മാറുന്നത്. അതുപോലെ പാരൻറ്റ് കമ്പനിയുടെ ഓണർഷിപ്പിലുള്ള ഷെയർസ് അതിൻ്റെ സബ്സിഡറി കമ്പനിയായിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. ഹോൾഡിംഗ് കമ്പനീസ് എക്സസൈസ് കൺട്രോൾ ഓവർ ദയർ സബ്സിഡറീസ് by dictating the composition of their board of directors. Furthermore, parent companies also exercise control by owning more than 50% of their subsidiary companies' shares. ഈ ഹോൾഡിംഗ് കമ്പനികൾ അവരുടെ ഡയറക്ടർ ബോർഡിൻ്റെ സ്ട്രക്ചർ നിർദ്ദേശിച്ചുകൊണ്ട് അവരുടെ സബ്സിഡറി കമ്പനികളിൽ നിയന്ത്രണം ചെലുത്തുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ പാരൻറ്റ് കമ്പനികളും അവരുടെ സബ്സിഡറി കമ്പനികളുടെ 50%-ലധികം ഷെയർസുകൾ സ്വന്തമാക്കി അത് കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് കൺട്രോളിൽ പ്രയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾഡിംഗ് കമ്പനികൾക്ക് അവരുടെ ഡയറക്ടർ ബോർഡിൻ്റെ ഒരു സ്ട്രക്ചർ നിർദ്ദേശിച്ചുകൊണ്ട് അവരുടെ സബ്സിഡറി കമ്പനികളിൽ നിയന്ത്രണം ചെലുത്തുന്നുണ്ട്. കൂടാതെ പാരൻറ്റ്സ് കമ്പനികളും അവരുടെ സബ്സിഡറി കമ്പനികളുടെ 50%-ലധികം ഷെയർസുകൾ സ്വന്തമാക്കി അവരുടെ കയ്യടിയിൽ വെക്കുന്ന അതായത് നിയന്ത്രണത്തിൽ വെക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഹോൾഡിംഗ് കമ്പനി ആൻഡ് സബ്സിഡറി കമ്പനി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പാണ് അസോസിയേറ്റ് കമ്പനി. Associated companies are those in which other companies have a significant influence. The significant influence amounts to ownership of at least 20% shares of the associate company. അസോസിയേറ്റ് കമ്പനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് കമ്പനികൾക്ക് കാര്യമായ ഒരു ഇൻഫ്ലുവൻസ് ഉള്ള അല്ലെങ്കിൽ സ്വാധീനമുള്ളവയാണ്. അസോസിയേറ്റ് കമ്പനീനെക്കാട്ടും മറ്റ് കമ്പനികൾക്ക് ഒരു ഇൻഫ്ലുവൻസ് കൂടുതലായിട്ടുള്ള കമ്പനീസുകളാണ്. ഈ അസോസിയേറ്റ് കമ്പനികൾ എന്ന് പറയുകയാണെങ്കിൽ അവിടെ എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസിൽ ഒരു അസോസിയേറ്റ് കമ്പനിയുടെ കുറഞ്ഞത് 20% ഷെയറുകളുടെ ഓണർഷിപ്പിന് തുല്യമാണ് എന്നാണ് പറയുന്നത്. കുറഞ്ഞത് 20% ഓണർഷിപ്പിൻ്റെ തുല്യമാണ് ഒരു കുറഞ്ഞത് 20% ഷെയറുകളുടെ ഓണർഷിപ്പിന് തുല്യമാണ് ഒരു അസോസിയേറ്റ് കമ്പനീസിൻ്റെ സിഗ്നിഫിക്കൻസ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അതർ ടൈപ്സ് ഓഫ് കമ്പനീസിൽ ഫസ്റ്റ് കമ്പനിയാണ് ഗവൺമെൻറ് കമ്പനീസ്. ഗവൺമെൻറ് കമ്പനി എന്ന് പറയുകയാണെങ്കിൽ ഗവൺമെൻറ് കമ്പനീസ് ആർ ദോസ് ഇൻ വിച്ച് മോർ ദാൻ 50% ഓഫ് ഷെയർ ക്യാപിറ്റൽ ഈസ് ഹെൽഡ് ബൈ ഐദർ ദ സെൻട്രൽ ഗവൺമെൻറ് ഓർ ബൈ വൺ ഓർ മോർ സ്റ്റേറ്റ് ഗവൺമെൻറ് or jointly by the central government and one or more state government. ഗവൺമെൻറ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ ഷെയർ ക്യാപിറ്റലിൻ്റെ 50%-ലധികം കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ
സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരും ഒന്നോ അതിലധികമോ സംസ്ഥാന സർക്കാരും സംയുക്തമായിട്ട് കൈവശമുള്ളവയാണ് ഈ സർക്കാർ കമ്പനികൾ അഥവാ ഗവൺമെൻറ് കമ്പനികൾ എന്ന് പറയുന്നത്. ഒന്നും കൂടി പറയാം, ഷെയർ ക്യാപിറ്റലിൻ്റെ 50% കേന്ദ്ര സർക്കാരും അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ ഉള്ള സംസ്ഥാന സർക്കാരും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരും ഒന്നോ അതിലധികമോ ഉള്ള സംസ്ഥാന സർക്കാരും കൂടി സംയുക്തമായിട്ട് കൈവശമുള്ളതിനെയാണ് അല്ലെങ്കിൽ കൈവശപ്പെടുത്തിയതിനെയാണ് നമ്മൾ സർക്കാർ കമ്പനികൾ അല്ലെങ്കിൽ ഗവൺമെൻറ് കമ്പനികൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫോറിൻ കമ്പനി. ഫോറിൻ കമ്പനി എന്ന് പറയുകയാണെങ്കിൽ ഫോറിൻ കമ്പനീസ് ആർ ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ദേ ഓൾസോ കണ്ടക്ട് ബിസിനസ് ഇൻ ഇന്ത്യ യൂസിങ് എ പ്ലേസ് ഓഫ് ബിസിനസ് ഐദർ ബൈ ദംസെൽഫ് ഓർ വിത്ത് സം അതർ കമ്പനി. ഫോറിൻ കമ്പനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് പുറത്താണ് ഈ ഫോറിൻ കമ്പനീസ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അവർ സ്വയം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനിയുമായിട്ട് ഒരു ബിസിനസ്സിൻ്റെ പ്ലേസ് ഉപയോഗിച്ച് ഇന്ത്യയിൽ ബിസിനസ് നടത്തുകയും ചെയ്യുന്നുണ്ട്. അത്തരം കമ്പനികളെയാണ് നമ്മൾ ഫോറിൻ കമ്പനികൾ എന്ന് പറയുന്നത്. ഫോറിൻ കമ്പനി എന്ന് പറയുന്നത് ഇന്ത്യക്ക് പുറത്താണ് ഈ ഫോറിൻ കമ്പനി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അവർ സ്വയം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനിയുമായിട്ട് ഒരു ബിസിനസ്സിൽ ഏർപ്പെട്ടിട്ട് ആ ഒരു ബിസിനസ്സിന് വേണ്ട പ്ലേസ് ഉപയോഗിച്ച് ഇന്ത്യയിൽ ഒരു നടത്തുന്നു എന്നാണ് പറയുന്നത്. ഫോറിൻ കമ്പനീസിൻ്റെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ഫോറിൻ കമ്പനിയിലാണ്. പക്ഷേ അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ളൊരു ബ്രാഞ്ചസ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക. അത് ആ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പ്ലേസിൽ ആ ഒരു ബിസിനസ് കണ്ടക്ട് ചെയ്യുക. അങ്ങനത്തെ കമ്പനികളെ പറയുന്ന പേരാണ് നമ്മൾ ഈ ഫോറിൻ കമ്പനീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചാരിറ്റബിൾ കമ്പനീസ്. സെക്ഷൻ 8. Certain companies have charitable purposes as the objectives. These companies are called Section 8 companies because they are registered under Section 8 of Companies Act 2013. ഈ ചാരിറ്റബിൾ കമ്പനി എന്ന് പറയുകയാണെങ്കിൽ ചില കമ്പനികൾക്ക് അവരുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ചാരിറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ ചാരിറ്റബിൾ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുള്ള കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്തരം കമ്പനികളെയാണ് നമ്മൾ ചാരിറ്റബിൾ കമ്പനീസ് എന്ന് പറയുന്നത്. ഇത് കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 8 പ്രകാരമാണ് ഈ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ലിസ്റ്റഡ് കമ്പനി. എ ലിസ്റ്റഡ് കമ്പനി മീൻസ് എ കമ്പനി വിച്ച് ഹാസ് any of its securities listed on any recognized stock exchange. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റഡ് കമ്പനി എന്നാൽ എന്തെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും അംഗീകൃതമായിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും സെക്യൂരിറ്റികൾ, എന്തെങ്കിലും തരത്തിലുള്ള സെക്യൂരിറ്റികളുള്ള ഒരു കമ്പനീനെയാണ് നമ്മൾ ലിസ്റ്റഡ് കമ്പനി എന്ന് പറയുന്നത്. ലിസ്റ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്ത കമ്പനി, എന്നാൽ ഏതെങ്കിലും അംഗീകൃതമായിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സെക്യൂരിറ്റികൾ, അങ്ങനെ ലിസ്റ്റ് ചെയ്തുള്ള സെക്യൂരിറ്റികളുള്ള ഒരു കമ്പനീനെ പറയുന്ന പേരാണ് ലിസ്റ്റഡ് കമ്പനി എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഈ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 2019, 18, 16, 17, 15 വർഷങ്ങളിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ എന്താണ്? സ്റ്റേറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനി. സ്റ്റേറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനി. കമ്പനീസിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അത് നമ്മൾ 2 മാർക്കിനാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മതി. ദെൻ 4 മാർക്കിന് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു 8 പോയിന്റ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ അത് എസ് എ ആണെങ്കിൽ ഡിഫൈൻ ദ കമ്പനീസ് ആദ്യം കൊടുത്തിട്ട് ദെൻ ആഫ്റ്റർ നിങ്ങൾ ആ എസ് എ ഈ ഓരോ ക്യാരക്ടറിസ്റ്റിക്സും ഡിഫൈൻ ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ, ഡിഫറൻസ് ബിറ്റ്വീൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കമ്പനീസ്. ഈ ഒരു ക്വസ്റ്റ്യൻ 2019, 2015 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പബ്ലിക് കമ്പനീൻ്റെയും പ്രൈവറ്റ് കമ്പനിയും ഡിഫറൻസ്. 2019 ഇത് എസ് എ ആയിട്ടും 19 ഇത് ഷോർട്ട് എസ് എ ആയിട്ടും 15 ഇത് എസ് എ ആയിട്ടുമാണ് ഈ ഒരു ടോപ്പിക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എഴുതുക. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനീസ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ആണ്. 2019, 2017 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനീസ് അത് എസ് എ ആയിട്ടാണ് ചോദിക്കാറുള്ളത്. നെക്സ്റ്റ്,
നെക്സ്റ്റ് പറയുന്നതൊക്കെ 2 മാർക്കിനായിട്ട് ചോദിച്ചതാണ്. അസോസിയേറ്റ് കമ്പനീസ് എന്താണ്, പ്രൈവറ്റ് കമ്പനി എന്താണ്, ഗവൺമെൻറ് കമ്പനീസ് എന്താണ്, 1 പേഴ്സൺ കമ്പനി എന്താണ്, ഇതൊക്കെ 2 മാർക്കിനായിട്ട് ചോദിച്ചതാണ്. 2018 ക്വസ്റ്റ്യൻ പേപ്പറിലാണ് അസോസിയേറ്റ് കമ്പനീസും അതുപോലെ തന്നെ പ്രൈവറ്റ് കമ്പനി ചോദിച്ചിട്ടുണ്ട്. പ്രൈവറ്റ് കമ്പനി വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് 2017 ചോദിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് കമ്പനീസ് 2017, അതുപോലെ തന്നെ 1 പേഴ്സൺ കമ്പനീസ് 2017 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിൽ നിങ്ങൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ 100% നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.